ഹലോ എവരിവൺ, എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ എക്സാം അല്ലെങ്കിൽ എഴുതിയതിനു ശേഷം നിങ്ങൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ നിങ്ങളെന്ന് നമുക്കറിയാം. അപ്പം എക്സാം ഒക്കെ കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആൻസറിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നമ്മുടെ കേരള PSC അടുത്ത ദിവസങ്ങളായിട്ട് എന്ത് ചെയ്തിരുന്നു, നമ്മുടെ ആൻസർ കീ എന്ത് ചെയ്തിരുന്നു, പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് വെച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതെല്ലാം ഉത്തരങ്ങളാണ് ശരിയെന്നും തെറ്റെന്നും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ്. നോക്കണമല്ലോ. അപ്പോൾ നമ്മളെന്ത് വെച്ച് താമസിക്കുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോട്ട് കടക്കാം. ഓക്കെ, നമ്മളെന്ത് ഒരുപാട് വലിച്ച് നീട്ടത്തൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ ഏതെല്ലാം ആണെങ്കിൽ ഉത്തരങ്ങൾ ഏതെല്ലാം എന്ത് ചെയ്യുക നോക്കി പോകുന്നതാണ്. അത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അതെല്ലാം നമുക്ക് എന്ത് ചെയ്യുക, ചർച്ച ചെയ്യാവുന്നതാണ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 1576 നടന്ന ഹാൽഡിഘട്ട് യുദ്ധം ആർക്ക് തമ്മിലായിരുന്നു എന്നുള്ളതായിരുന്നു. ഓക്കെ, 1576 നടന്ന ഹാൽഡിഘട്ട് യുദ്ധം ആർക്ക് തമ്മിലായിരുന്നു എന്നുള്ളതായിരുന്നു. ആരൊക്കെ തമ്മിലായിരുന്നു? ബി ആണ് ഉത്തരം. ഇതാണ് ബി ആണ്. റാണ പ്രതാപും അക്ബറും തമ്മിലായിരുന്നു. ആരാണ്? റാണ പ്രതാപും അക്ബറും തമ്മിലായിരുന്നു. അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കാം. തിരുവിതാംകൂർ തലസ്ഥാനം 1795 പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാന്നുള്ളതാണ്. ഓക്കെ, തിരുവിതാംകൂർ തലസ്ഥാനം 1795 പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാ നോക്കുക. ആരാണ്? കാർത്തിക തിരുനാൾ എന്നറിയപ്പെടുന്ന ആരാണ്? ധർമ്മരാജയാണ്. ആരാണ്? ധർമ്മരാജയാണ്. ഓക്കെ ആണല്ലോ. ഈ ചോദ്യങ്ങളിനകത്തൊക്കെ നിങ്ങൾക്ക് ബിയും സിയും സെറ്റുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ചോദ്യം എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ച ശേഷം ഉത്തരം എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് എന്ത് ചെയ്യും, എളുപ്പമായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓരോരുത്തരുടെ ചോദ്യ പേപ്പർ എന്ത് ചെയ്യും, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ സെറ്റ് മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യുക, അതിൻ്റെ എന്താണ് അലൈൻമെൻറ്റ് വ്യത്യാസം വരും. ഓക്കെ, ഇതൊക്കെ ഒന്നും വന്ന് ചിലപ്പോൾ 10ാമതായിരിക്കും, ചിലപ്പോൾ എന്താണ് അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അതുകൊണ്ട് നിങ്ങൾ ചോദ്യം നോട്ട് ചെയ്ത് വെച്ച് ഉത്തരങ്ങൾ നോട്ട് ചെയ്ത് പോകും. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരാന്നുള്ളതായിരുന്നു. ഓക്കെ, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരാണെന്നുള്ളതായിരുന്നു. ഇല്ലേ, വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ആരായിരുന്നു? രാജ്നാഥ് സിംഗ് ആയിരുന്നു. ഓക്കെ, നാലാമത്തെ ചോദ്യം ഹസാരിബാഗ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്നുള്ളതാണ്. ഓക്കെ, ഹസാരിബാഗ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഝാർഖണ്ഡിലാണ്. എവിടെയാണത്? ഝാർഖണ്ഡിലാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സാഹിത്യ നഗരം എന്നറിയപ്പെടുന്നത് വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു അല്ലേ. സാഹിത്യ നഗരം ഏതാണ്? കോഴിക്കോടാണ്. ഏതാണത്? കോഴിക്കോടാണ്. ഓക്കെ, അതേപോലെ തന്നെ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണ്? ജനുവരി 16 എന്നാണ്. ജനുവരി 16 അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം. 7 ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണെന്നുള്ളതാണ്. ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? സ്വാതന്ത്ര്യമാണ്. ഓക്കെ, സ്വാതന്ത്ര്യം പദ്ധതിയാണ്. ഓക്കെ, വേറെ പേരിലാണ് കേന്ദ്ര സർക്കാർ അറിയപ്പെടുന്നത്. കേരളത്തിൽ ഒരു അതിൻ്റെ പേര് സ്വാതന്ത്ര്യം എന്നാണ്. ഓക്കെ, അടുത്തത് എട്ടാമത്തത്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം രൂപീകരിച്ച സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. ഓക്കെ, കേരളത്തിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. ഓക്കെ, അതേപോലെ തന്നെ കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ AI പ്രൊസസർ ഏതാണെന്നുള്ളതാണ്. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രൊസസർ ഇതാണത്. മലയാളി പേര് തന്നെയാണ്. ഇതാണ് കൈരളി എന്നാണ്. ഓക്കെ, അതുപോലെ കേരളത്തിൽ ആദ്യമായിട്ട് ജല ആംബുലൻസ് ആരംഭിച്ച ജില്ല. 10ാമത്തെ ചോദ്യം. കേരളത്തിൽ ആദ്യമായിട്ട് ജല ആംബുലൻസ് ആരംഭിച്ച ജില്ല ഏതാണ്? അറിയാം, അത് ആലപ്പുഴയാണ്. ഓക്കെ, പേരിനകത്ത് നമുക്ക് ഇന്ത്യ പെട്ടെന്ന് അത്യാവശ്യം കറക്കി കുത്താവുന്ന ചോദ്യമാണ്. ഓക്കെ, അതുതന്നെ കാണാതാവുന്ന കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്ന അലേർട്ട് ഫീച്ചർ ലോഞ്ച് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? മെറ്റയാണ്. ഇതാണത് മെറ്റയാണ്. ഓക്കെ, 11 മെറ്റയാണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ അതിന് റബ്ബർ ബോർഡിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണെന്നുള്ളതാണ്. ഓക്കെ, റബ്ബർ ബോർഡ് പ്രോത്സാഹിപ്പിക്കുന്ന ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? എംറൂബ് എന്നുള്ളതാണ്. ഓക്കെ, എംറൂബ് എന്നുള്ളതാണ്. ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താണ്? 13ാമത്തെ ചോദ്യം. ഉത്തർപ്രദേശിന്റെ ഝാൻസി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താണെന്നുള്ളതായിരുന്നു. ഏതാണ്? വീരാംഗന ലക്ഷ്മി ഭായ് റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ 2024 ഏപ്രിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിൽ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അംഗീകരിച്ച ദേശീയ തുറമുഖം. 2024 ഏപ്രിൽ ഐക്യരാഷ്ട്രസഭ കീഴിലെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനിൽ അംഗീകാരം നേടിയ തുറമുഖം ഏതായിരുന്നു? വിഴിഞ്ഞമായിരുന്നു. ഇതാണ് വിഴിഞ്ഞമാണ്. ഓക്കെ, അതിന് എന്താണ്? ലോക ബാങ്കിന്റെ സാമ്പത്തിക ഉപദേശ സംഗതി അംഗമായിട്ട് 2012 നിയമിതനായ വ്യക്തി ആരാന്നുള്ളത്, ഇന്ത്യക്കാരൻ ആരാന്നുള്ളതായിരുന്നു. കാണപ്പെടുന്നുണ്ടല്ലോ. അതാണ് ഓപ്ഷൻ സി ആയിട്ടുള്ള രാകേഷ് മോഹനാണ്. ആരാണ്? രാകേഷ് മോഹനാണ്. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ സി ആയിട്ടാണ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആയിട്ടുള്ള രാകേഷ് മേനോനാണ്. ഓക്കെ, രാകേഷ് മോഹനാണ്. രാകേഷ് മോഹനാണ്. എന്ത്? 15ാമത്തെ ചോദ്യത്തിന് ഉത്തരം 15ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കാം. സ്വർണ്ണ കമൽ. ഓക്കെ, സ്വർണ്ണ കമൽ പുരസ്കാരം നൽകുന്ന ഏത് വിഭാഗത്തിലാണെന്നുള്ളതാണ്. സ്വർണ്ണ കമൽ ഏത് വിഭാഗത്തിലാണ് നൽകുന്നത്? മികച്ച ജനപ്രിയ സിനിമയ്ക്കുള്ളതാണ്. മികച്ച ജനപ്രിയ സിനിമയ്ക്കുള്ളതാണ്. ഓക്കെ, അതുപോലെ 17ാമത്തത് ടെസ്റ്റ് ക്രിക്കറ്റിലെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ബൗളർ ആരാണെന്നുള്ളതാണ്. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ബൗളർ ആരാണ്? മുത്തയ്യ മുരളീധരൻ. ആരാണ്? മുത്തയ്യ മുരളീധരനാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഉത്തരം. അഭിനവ കേരളം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാന്നുള്ളതാണ്. അഭിനവ കേരള പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? അറിയോ? വാഗ്ഭടാനന്ദനാണ്. ആരാണ്? വാഗ്ഭടാനന്ദൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ 18ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാണാമല്ലോ. ഓക്കെ,
ഓക്കെ. 12ാം ചോദ്യം, കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ ഉദ്ഘാടനം ചെയ്ത ആരാണെന്നുള്ളതാണ്. അപ്പോൾ അതെന്താണ് കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ ഉദ്ഘാടനം ചെയ്ത ആരാണ്? അടൽ ബിഹാരി വാജ്പേയി ആണ്. ആരാണ്? അടൽ ബിഹാരി വാജ്പേയി ആണ്. ഓക്കെ. തൊട്ട് മുമ്പത്തെ ചോദ്യമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അടയാളപ്പെടുത്തി പോകുന്നതായിരിക്കും എളുപ്പം നല്ലതെന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. അടുത്ത ഹരിതഗ്രഹ വാതകമല്ലാത്ത ഏതാന്നുള്ളതാണ്. 20ാം ചോദ്യം, ഹരിതഗ്രഹ വാതകമല്ലാത്തത് ഏതാന്നുള്ളത്. ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഓക്കെ. ബാക്കി 3 ഹരിതഗ്രഹ വാതകങ്ങളാണ്. ഓക്കെ. അഴിമതി വിരുദ്ധ അതോറിറ്റി ലോക്പാൽ എത്ര അംഗങ്ങളാണ് ഉള്ളതെന്നാണ് 21ാം ചോദ്യം. ഓക്കെ. അഴിമതി വിരുദ്ധ അതോറിറ്റി ലോക്പാൽ എത്ര അംഗങ്ങളുണ്ട്? 8 അംഗങ്ങളാണ് ഉള്ളത്. ഓക്കെ. ഭൂമിയുടെ ഏത് ഭാഗത്താണ് മുകളിലാണ് ഓസോൺ സുഷിരം ആദ്യമായിട്ട് കണ്ടെത്തിയെന്നുള്ളതാണ്. എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ്. ഓക്കെ. അന്റാർട്ടിക്കയിലാണ്. 22. ഓക്കെ. അതേപോലെ തന്നെ ബി ആണ്, അന്റാർട്ടിക്കയാണ്. സുപ്രീം കോടതി രൂപീകരണ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണെന്നുള്ളതാണ്. ഏതാണ്? വളരെ സിമ്പിളായിട്ട് ചോദ്യം ഏതാണ്? 124 ഓക്കെ. സുപ്രീം കോടതിയുടെ രൂപീകരണവും ഭരണഘടനയും ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതായിരുന്നു? ആർട്ടിക്കിൾ 124 ഓക്കെ. 27 റെയിൽവേ സ്റ്റേഷനിലും അംഗപരിമിതർക്കും പ്രായമാർക്കും വീൽ ചെയറുകളും ബാറ്ററി കാറുകളും പോട്ടന്മാരുടെ സേവനം സൗജന്യമായി ലഭിക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതി ഏതാണെന്നുള്ളതാണ്. ഏതാണ്? യാത്രി മിത്ര സേവയാണ്. അതാണ് യാത്രി മിത്ര സേവ എന്നുള്ള ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ. അതിൽ ഇന്ത്യ ഗവൺമെന്റ് വികസിപ്പിച്ചെടുത്ത പുതിയ COVID-19 വാക്സിന്റെ പേരാണെന്നുള്ളതാണ്. ഏതാണ്? കോവാക്സിൻ ആണ്. ഓപ്ഷൻ ഡി ആയിട്ടുള്ള കോവാക്സിൻ ആണ്. അതുപോലെ ഈ ISROയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ യാത്ര പദ്ധതിയുടെ പേരെന്താണെന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യം. ഏതാണ്? ഗഗൻയാൻ ആണ്. ഏതാണ്? ഗഗൻയാൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകം ഏതാന്നുള്ളതാണ്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകം 27 ആണ്. ഏതാണ്? ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ എന്നുള്ളതാണ്. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 28 കേരളത്തിന്റെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം ഏതാന്നുള്ളതാണ്. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം ഏതാണ്? ഏതാണ്? 28 അതാണ് കൊയിലാണ്ടിയാണ്. ഓക്കെ. അതാണ് കൊയിലാണ്ടിയാണ്. ഓക്കെ. കൊയിലാണ്ടിയാണ് കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് ഇന്ത്യയിൽ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് മുക്ത ഗ്രാമം എന്ന് പറയുന്നത് അതൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ. ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഉത്തരം എന്ന് പറയുന്നത് പില്ലിക്കോടാണ്. ഓക്കെ. പില്ലിക്കോടാണ്. എന്ത് ചെയ്യാം? ഉത്തരത്തിനകത്ത് അതിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് അറിയിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ. നമ്മൾ ഇതിൻ്റെ ഉത്തരം നമ്മൾ എന്ത് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ. അത് ചെറിയൊരു ഡൗട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ സ്വർണ്ണത്തിന്റെ അറ്റോമിക് ചിഹ്നം ഏതാന്നുള്ളതാണ്. സ്വർണ്ണത്തിന്റെ അറ്റോമിക് ചിഹ്നം ഏതാണ്? AU ആണ്. ഓക്കെ. AU ആണ്. ഓക്കെ. അതേപോലെ എന്താണ്? പാരാഒളിമ്പിക്സിലെ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത. ഓക്കെ. ഏതാണ്? അറിയാം. ദീപ മാലിക് ആണ്. ആരാണ്? ദീപ മാലിക് ആണ്. കാറ്റിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏതാണെന്ന് അറിയപ്പെടുന്നത്? ഓക്കെ. ശാസ്ത്രീയ പഠനം ഏതാണ്? അനിമോളജി ആണ്. ഓക്കെ. ഏതാണ്? അനിമോളജി ആണ്. ഓക്കെ. അനിമോളജി ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. യക്ഷഗാനം എന്ന ഏത് സംസ്ഥാനത്തിന്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ്? യക്ഷഗാനം എന്ന് പറയുന്നത് എന്താണ്? കർണാടകയാണ്. ഓക്കെ. കർണാടകയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതുപോലെ 2023 വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ്? 2023 വയലാർ അവാർഡ് നേടിയ കൃതി ഏതായിരുന്നു? ജീവിതം ഒരു പെൻഡുലമായിരുന്നു. ഇതാണ് ജീവിതം ഒരു പെൻഡുലമായിരുന്നു. ഓക്കെ. അടുത്തത് വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ആരാന്നുള്ളതാണ്. വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ടിം ബെർണേഴ്സ്-ലീ ആണ്. ടിം ബെർണേഴ്സ്-ലീ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതിന് 1.25 കോടി മലയാളികൾ കൃതിയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള EMS നമ്പൂതിരിപ്പാടാണ്. ഓക്കെ. അതേപോലെ തന്നെ നൊബേൽ സമ്മാനം നേടിയ ആദ്യ വനിത ഏതാണ്? വളരെ എളുപ്പമുള്ള ചോദ്യം. ഏതാണ്? മേരി ക്യൂറി ആയിരുന്നു. കാരണം മേരി ക്യൂറി ആണ്. അതേപോലെ ഇന്ത്യൻ പാർലമെന്റിൽ ഉപരി സഭയായിട്ടുള്ള രാജ്യസഭയിൽ കേരളത്തിൽ നിന്ന് എത്ര അംഗങ്ങളാണ് ഉള്ളത്? എത്രയാണ്? 9 ആണ്. ഓക്കെ ആണല്ലോ. 9 അംഗങ്ങളാണ് ഉള്ളത്. ഓക്കെ. ഓക്കെ. അതേപോലെ തന്നെ പ്രധാനമന്ത്രി ചാൻസലർ ആയിട്ടുള്ള ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാല ഏതാണെന്നുള്ളതാണ്. ഓക്കെ. പ്രധാനമന്ത്രി ചാൻസലർ ആയിട്ടുള്ള ഇന്ത്യയിലെ ഏക സർവകലാശാല ഏതാണ്? വിശ്വഭാരതി സർവകലാശാലയാണ്. ഓക്കെ. അതായത് നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം ഏതാണെന്നുള്ളതാണ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ്. ഓക്കെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ്. അതിൽ 41 നോക്കാം. ഓക്കെ. 41 പറഞ്ഞാൽ A14 C എന്നിവ 42 വരുന്ന തുടർച്ചയായ സമാന്തര ശ്രേണിയിലുള്ള സംഖ്യകളാണ്. A-5 14 A+C എന്നിവ സമഗുണിത ശ്രേണിയിലായാൽ സമാന്തര ശ്രേണിയിലുള്ള സംഖ്യകൾ കാണുക എന്നുള്ളതാണ്. അത് 41ാമത്തെ ചോദ്യം. ഉത്തരം ഏതാണ്? 41 ഉത്തരം D ആണ്. ഓക്കെ. 12, 14, 16 ആണ് ഉത്തരം. 24 പുരുഷന്മാർക്ക് ഒരു ജോലി ചെയ്യാൻ 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കാമെങ്കിൽ 30 പേർക്ക് എത്ര ദിവസം കൊണ്ട് വേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ. ആ ചോദ്യത്തെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? 42ന്റെ ഉത്തരത്താണ് 8 ദിവസങ്ങളാണ്. ഓക്കെ ആണല്ലോ. 8 ദിവസങ്ങളാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ. അത് 43 ഒരു തീവണ്ടി ടെലിഗ്രാഫ് പോസ്റ്റിൽ 8 സെക്കൻഡ് 105 മീറ്റർ നീളമുള്ള പാലം 20 സെക്കൻഡ് കൊണ്ട് കടന്നു പോകുന്ന തീവണ്ടിയുടെ നീളം എത്രയാണ്? ഓക്കെ. 43 എത്രയായിരുന്നു? C 70 മീറ്റർ ആയിരുന്നു. 4 വർഷം കൊണ്ട് തുകയുടെ 9/25 ഭാഗം സാധാരണ പലിശയായിട്ട് ലഭിച്ചു എന്ന് കരുതുക. വാർഷിക പലിശ നിരക്ക് എത്രയാണെന്നുള്ളതായിരുന്നു. ഓക്കെ. 44 എന്ന് പറയുന്നതാണ്. 44 B ആണ്. 9%. ഓക്കെ. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിൽ 35 മിനിറ്റ് അകലം ഉണ്ടെങ്കിൽ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര ആണെന്നുള്ളതാണ്. ഓക്കെ. 45 എന്ന് പറയുന്നത് എത്രയാണ്? 45 B ആണ്. 210 ആണ്. ഓക്കെ. 46 നോക്കാം. 46 നോക്കാം. രണ്ട് സംഖ്യകളുടെ തുക 18 വ്യത്യാസം 10 ആയാൽ അവയുടെ ഗുണനഫലം എത്ര എന്നുള്ളതാണ്. ഓക്കെ. ഓക്കെ ആണല്ലോ. 46 46ന്റെ ഏതാണ്? A ആണ് ഉത്തരം. ഏതാണ്? A ആണ് ഉത്തരം. രണ്ട് സംഖ്യകൾ 2:9 അംശബന്ധത്തിലാണ്. ഇവയുടെ 3 കൂട്ടിയിൽ അംശബന്ധം 1:3 ആകുമെങ്കിൽ ഇവയുടെ ചെറിയ സംഖ്യ ഏതാണെന്നുള്ളതാണ്. ഓക്കെ.
ഇതാണ് 47 47 ഉത്തരം എന്താണ് ബി ആണ്. ഓക്കെ, 250 ഓറഞ്ചുകൾ ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന 50 പേർക്ക് വിതരണം ചെയ്തപ്പോൾ ആൺകുട്ടികൾക്ക് 5 ഓറഞ്ച് പെൺകുട്ടികൾക്ക് 7 ഓറഞ്ച് വീതം ലഭിച്ചു. പെൺകുട്ടികളുടെ എണ്ണം എത്ര എന്നുള്ളതാണ് 48ാമത്തെ ചോദ്യം. ഏതാണ് 48? സി ആണ്, 15 ആണ്. ഓക്കെ, തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒന്നിന്റെ സ്ഥാനത്ത് 3 വരുന്ന സംഖ്യ ഏതാന്നുള്ളതാണ്. ഓക്കെ, 49 ഏതാണ് 49 സി ആണ്, 7⁻35 എന്നുള്ളതാണ്. ഓക്കെ, 24 സെന്റിമീറ്റർ നീളമുള്ള ഒരു വയർ വളച്ചുണ്ടാക്കുന്ന ചതുരത്തിന്റെ പരമാവധി പരപ്പളവ് എത്ര എന്നുള്ളതാണ് 50ാമത്തെ ചോദ്യം. 50 ഉത്തരം ഏതാണ് 36 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഇംഗ്ലീഷിലേക്ക് കടക്കുക, ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ചൂസ് ദ റൈറ്റ് ഇഡിയം എന്നുള്ളതാണ് 51 എന്ന് പറയുന്നത്. 51 ഏതാണ് ഹീസ് കോട്ട് ഡാഷ് ഓഫ് ദ പ്രോപ്പർട്ടി എന്നുള്ളതാണ് ഉത്തരം ഏതാണ് എ ലയൺസ് ഷെയർ എന്നുള്ളതാണ്. 52 ഫിൽ അപ്പ് വിത്ത് സൂട്ടബിൾ ട്രാൻസ്ഫോർമേഷൻ ഇറ്റ് ഈസ് ഡാഷ് സിൻസ് 8 o'clock ഇൻ ദിസ് മോർണിംഗ് എന്നുള്ളതാണ്. ഓക്കെ, ഏതാണ് ഉത്തരം നോക്കാം. 52 ഉത്തരം ഏതാണ് സി ആണ്, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ആണ്. ഓക്കെ ആണല്ലോ. Okay, it has been raining since 8 o'clock this morning എന്നാണ്. 53 നോക്കാം. fill in the blanks using the correct form adjective എന്നുള്ളതാണ്. ഓക്കെ, അയൺ ഈസ് ഡാഷ് ഓഫ് ഓൾ മെറ്റൽസ് എന്നാണ്. എന്താണ് എവിടെ ഏതായിരിക്കും വരുന്നത് എ ആയിരിക്കും വരുന്നത്, മോസ്റ്റ് യൂസ്ഫുൾ ആയിരിക്കും വരുന്നത്. ഓക്കെ, 53 ഇതാണ് എ ആണ്. ഓക്കെ, 54 ഒക്കെ വാട്ട് ഇസ് കളക്റ്റീവ് നൗൺ ഓഫ് പെൻഗ്വിൻ എന്നുള്ളതാണ്. പെൻഗ്വിൻ കളക്റ്റീവ് നൗൺ എന്താണ് കോളനി എന്നുള്ളത്, ഇന്ത്യ കോളനി എന്നുള്ളത് പെൻഗ്വിൻ്റെ കളക്റ്റീവ് നൗൺ ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ഓക്കെ, അതേപോലെ തന്നെ he said to me please lend me your bicycle for a day can be reported as. അപ്പോൾ 55 നോക്കാം. 55 എന്താണ് 55 സി ആണ്. he requested me to lend him my bicycle for a day എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ, സി ആണ് ഉത്തരം. ഓക്കെ ആണ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഓക്കെ ആണല്ലോ. അതേപോലെ 56 നോക്കാം. 56 നോക്കാം. fill in the blanks with choosing right word. one of the photos dash lost എന്നാണ്. ഓക്കെ, 56 എന്താണ് ഉത്തരം photos was lost എന്നാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഓക്കെ, അതേപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ ആർട്ടിക്കിൾ എന്നാണ്. ജൊന കംപ്ലീറ്റഡ് ഹിസ് സ്റ്റഡീസ് ഫ്രം ഡാഷ് യൂണിവേഴ്സിറ്റി ഇൻ ഫ്രാൻസ് എന്നുള്ളതാണ്. 57. ഓക്കെ, 57 നോക്കാം. 57 എന്താണ് ഉത്തരം ബി ആണ്, എ ആണ് ഉത്തരം. ഓക്കെ, അതുപോലെ എന്താണ് പിക്ക് ഔട്ട് ദ ആഡ് ഫ്രം ദി സെന്റൻസ് ഹി ഹാസ് റിട്ടൺ ആൻസേഴ്സ് കറക്റ്റ്ലി എന്നുള്ളതാണ്. 58. 52 ഉത്തരം എന്താണ് 52 ഉത്തരം ഡി ആണ്. ഓക്കെ, ഡി ആണ്. അതിൽ 59 നോക്കാം. ചൂസ് ദ റൈറ്റ് ആൻസർ എന്നുള്ളതാണ്. ഹി ലൈക്ക്ഡ് ദ പെയിന്റിംഗ് അറ്റ് ഫസ്റ്റ് എന്താണ് സൈറ്റ് എന്നുള്ളതാണ്. ഓക്കെ, 59 സി ആണ്. ഓക്കെ, 60 നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് കറക്റ്റ് വേർഡ് കറക്റ്റ് ഫോം ഓഫ് വെർബ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ് എന്നാണ്. ഇഫ് ഐ ഡാഷ് എവറിത്തിങ് അബൌട്ട് ഹിം ഐ വുഡ് ഹാവ് കെയർഡ് ഫോർ ദി സില്ലി മാറ്റേഴ്സ് എന്നുള്ളതാണ്. 60 നോക്കാം. 60 ഉത്തരം എന്താണ് ഡി ആണ്. ഇതാണ് ഹാഡ് നോൺ എന്നുള്ളതാണ്. എന്താണ് ഹാഡ് നോൺ എന്നുള്ളത്. അടുത്ത് നോക്കാം. 60 നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ എന്താണ് പക്ഷപാതമായ പെരുമാറ്റം എന്ന ആശയം വരുന്ന ശൈലി ഏതാന്നുള്ളതാണ്. 61 നോക്കാം. ഓക്കെ, 61 നോക്കാം. 61 ഉത്തരം എന്താണ് 61 ബി ആണ്, ചിറ്റമ നയമാണ്. ആണല്ലോ. 62 എന്താണ് അദ്രി എന്ന പദത്തിന്റെ സമാന പദം എന്താന്നുള്ളതാണ്. അദ്രി എന്ന പദത്തിന്റെ സമാന 62 എന്താണ് ഡി പർവ്വതം എന്നാണ് അർത്ഥം. ഓക്കെ, അഗ്നി എന്ന പദത്തിന് പര്യായമായി വരുന്ന പദക്കൂട്ടം ഏതാന്നുള്ളതാണ്. ഓക്കെ, അഗ്നി എന്ന പദത്തിനൊക്കെ 63 നോക്കാം. 63 ബി ആണ്, അനലൻ അല്ലെങ്കിൽ അഗ്നി എന്ന് പറയും അല്ലേ. അടുത്തത് എന്താണ് സുന്ദര ദൃഷ്ടി എന്ന പദ ഘടകങ്ങളാക്കുമ്പോൾ വരുന്ന എന്തെല്ലാമാണ്. 64 നോക്കാം. 64 സി എന്താ സുന്ദരമായ ദൃഷ്ടി എന്നുള്ളതാണ്. ഓക്കെ, 65 നോക്കാം. 65 താഴെ പറയുന്നതിൽ ആലിംഗ ബഹുവചന അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം കണ്ടെത്തുക എന്നുള്ള അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, 65 എന്ന് പറയുന്നത്. ഓക്കെ, 65 നോക്കാം. 65 എന്താണ് ബി ആണ്, നദികളാണ്. ഓക്കെ, ഏകത്വം എന്ന പദത്തിന്റെ വിപരീത പദം എന്താന്നുള്ളതാണ്. 66 എന്താണ് നാനാത്വമാണ്. ഓക്കെ, 66 എ ആണ്, നാനാത്വമാണ്. ഭിക്ഷു എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം എഴുതാന്നുള്ളതാണ്. ഭിക്ഷു എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണ് 67 എന്താണ് 67 ബി ആണ്, ഭിക്ഷുകിയാണ്. അഭി പ്ലസ് ഉദയം എന്ന പദം ചേർത്ത് എഴുതുമ്പോൾ വരാവുന്ന ഏതെല്ലാമാണെന്നുള്ള ചേർത്ത് എഴുതുമ്പോൾ വരാവുന്നത് ഏതെല്ലാമാണെന്നുള്ളതാണ്. 68 നോക്കാം. 68 ഡി ആണ്, അഭ്യൂഹമാണ്. ഇതാണ് അഭ്യൂഹമാണ്. 63 നോക്കാം. താഴെ തന്നിരിക്കലിൽ ശുദ്ധ രൂപം കണ്ടെത്തുക എന്നുള്ളതാണ്. 69 നോക്കാം. 69 ഇതാണ് അധികൃതരാണ്. എന്താണ് അധികൃതരാണ്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ഒന്നാമനായി ഗണിക്കപ്പെട്ടവൻ അർത്ഥം വരുന്ന പദം ഏതാന്നുള്ളതാണ്. ഓക്കെ, ഒന്നാമനായി ഗണിക്കപ്പെട്ടെന്നുള്ളതിൻ്റെ എന്താണ് ഉത്തരം വരുന്നത്. ഒന്നാമനായി ഗണിക്കപ്പെട്ടവൻ 70 എന്താണ് 70 സി ആണ്, അഗ്രഗണ്യനാണ്. ഇതാണ് അഗ്രഗണ്യൻ. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് 71 നോക്കാം. ഓക്കെ, 71 എക്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ എക്സ് പ്ലസ് 10ന്റെ വില എന്താണ് കണക്കാക്കുക എന്നുള്ളത്. 71 എന്താണ് ഉത്തരം ഡി ആണ്, 12 ആണ്. വ്യത്യസ്ത പ്രോട്ടോക്കോൾ ഉള്ള നെറ്റ്വർക്കുകളെ പരസ്പരം കൂട്ടി നടക്കുന്ന ഉപകരണം എന്താണെന്നുള്ളത്. 72 എന്നാണ് ഇതിന്റെ ഡി ഗേറ്റ് വേ ആണ്. ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണെന്നുള്ളത്. 73 നോക്കാം. 73 വിൻറ്റൺ ഗ്രേ സർഫാണ്, അതായത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതേപോലെ 74 ഒക്കെ ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, 74 നോക്കാം. 74 എന്താണ് ഉത്തരം ബി ആണ്. ഓക്കെ, ഇതാണ് ഗൂഗിൾ ആണ് ഒറ്റയാണെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് താഴത്തെ തന്നെയുള്ള ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാന്നുള്ളതാണ്. 75 നോക്കാം. 75 എന്താണ് ഡി ഉബണ്ടു ആണ് എന്ന് പറയുന്നത്. അത് എന്താണ് ഉൾപ്പെടാത്തത്. ഓക്കെ, ചോദ്യം കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഉബണ്ടു ആണ്. ഓക്കെ, ഉത്തരം 75 ആണ്. ഓക്കെ, 75 ഉബണ്ടു. ഓക്കെ, 76 ഒക്കെ താഴെ തന്നിട്ടുള്ള ഒരു ഇൻപുട്ട് ഡിവൈസ് ആയി പ്രവർത്തിക്കുന്ന ഏതാന്നുള്ളതാണ്. 76 നോക്കാം. 76 ഏതാണ് സ്കാനർ ആണ്. ഓക്കെ, അതുപോലെ 77 നോക്കാം. ഒരു ടൗൺ പരിധിയിലുള്ള വാർത്താവിനിമയ ഉപകരണങ്ങളെ കൂട്ടി കണക്കുന്ന നെറ്റ്വർക്ക് സംവിധാനത്തിന്റെ പേരെന്താന്നുള്ളതാണ്. ഓക്കെ,
കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് 77 മാനാണ് എന്താണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്നതാണ്. ഓക്കെ ആണല്ലോ. അതിന് ISCIയുടെ പൂർണ്ണ രൂപം എന്താണെന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് 78 എന്ന് പറയുന്നത്. നോക്കണം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നുള്ളതാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്ന ഓപ്ഷൻ ആണ് ഉത്തരം. ഓക്കെ, അതായത് ഉപയോഗപ്രദമായി തോന്നിക്കുകയും പക്ഷേ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിലെ ഫയലുകളെയും വിവരങ്ങളെയും നശിപ്പിക്കുകയും ചെയ്യുന്ന സോഫ്റ്റ്വെയർ പറയുന്ന പേര് എന്താണെന്നുള്ളതാണ് 79. ഓക്കെ ആണല്ലോ. 79 ഏതാണ്? ട്രോജൻ ഹോഴ്സ് ആണ്. ഓക്കെ, C++ ലാംഗ്വേജ് കീവേഡ് അല്ലാത്ത ഏതാണെന്നുള്ളതാണ്. ഓക്കെ, ഏതാണ്? 80 C ആണ്, ആടാണ്. ഓക്കെ, അതുപോലെ 81 നോക്കാം. ഐതിഹ്യമലയുടെ രചയിതാവാരെന്നുള്ളത് വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ഏതാണ്? കൊട്ടാരത്തിൽ ശങ്കുണ്ണിയായിരുന്നു. അതിൽ അന്യോന്യം എന്ന ദേവപാരായണ മത്സരത്തിന് വേദിയാകുന്ന ക്ഷേത്രം ഏതാണെന്നുള്ളത്? ഏതാണ്? കടവല്ലൂരാണ്. ഓക്കെ, അതിന് കാവുതീണ്ടൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? കാവുതീണ്ടൽ ഇതാണ് കൊടുങ്ങല്ലൂർ ഭരണിയാണ്. ഇതാണ് കൊടുങ്ങല്ലൂർ ഭരണിയാണ്. അതേപോലെ 84 നോക്കാം. ഓക്കെ, 84 നോക്കാം. കൃഷ്ണനാട്ടം ചിട്ടപ്പെടുത്തിയ ആരാന്നുള്ളതാണ്? ആരാണ്? സാമൂതിരി എന്താണ്? മാനവേന്ദ്രനാണ്. ഓക്കെ, 85 നോക്കാം. അതാണ് പാടകത്തിന് വർഷത്തിലൊരിക്കൽ തിരുനാനായിൽ വെച്ച് കിടക്കുന്ന ഉത്സവം ഏതാണ്? ഇതാണ് വളരെ എളുപ്പമുള്ള ചോദ്യം. ഏതാണ്? മാമാങ്കം എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മാസിക ഏതാണ്? കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മാസിക ഏതാണ്? ക്ഷേത്ര ദർശനമാണ്. ഓക്കെ, കേരളത്തിലെ വാമന ക്ഷേത്രം ഏതാണ്? ഇതാണ് കേരളത്തിലെ വാമന ക്ഷേത്രം തൃക്കാക്കരയാണ്. ഇതാണ് 88A തൃക്കാക്കരയാണ്. 89 നോക്കാം. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നത് വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ഏതാണ്? ഗുരുവായൂർ. ഉണ്ണായ വാര്യരുടെ സ്മാരക കലാനിലയം എവിടെയാണെന്നുള്ളതാണ്? ഇവിടെയാണ് ഇരിങ്ങാലക്കുടയാണ്. ഇവിടെയാണത് ഇരിങ്ങാലക്കുടയാണ്. ഓക്കെ, അതുപോലെ കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നടന്ന പണ്ഡിത സദസ്സിന്റെ പേരെന്താന്നുള്ളത്? 91. അതാണ് നമുക്കറിയാവുന്ന ചോദ്യം. ഇതാണ് രേവതി പട്ടത്താനമാണ്. ഓക്കെ, 92 നോക്കാം. മലബാർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം ഏതാന്നുള്ളതാണ്? 92. ഓക്കെ, മലബാർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കോഴിക്കോടായിരുന്നു അല്ലേ? നമുക്കറിയാവുന്ന ചോദ്യമായിരുന്നു അല്ലേ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആരാന്നുള്ളതാണ്. ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ചെറിയ വ്യത്യാസം. ഇപ്പോഴത്തേക്കും പറഞ്ഞു കഴിഞ്ഞാൽ PS പ്രശാന്ത് ആണ്. പക്ഷേ PS പ്രശാന്ത് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ നമുക്ക് ഇതിനകത്ത് ഇന്ത്യ മറ്റൊരു ഓപ്ഷൻസിനകത്ത് കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ പക്ഷേ അത് തൊട്ട് മുമ്പത്തെ ആരെങ്കിലും ആണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ, ഓക്കെ, തൊട്ട് മുമ്പത്തെ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ എന്താണ് നമുക്ക് പത്മകുമാറിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. തൊട്ട് മുമ്പത്തെ ആണെങ്കിൽ പത്മകുമാറാണ്. ഓക്കെ, അതെന്ത് ചെയ്യുക? നിങ്ങൾ 93 ചോദ്യം ഈ ചോദ്യം എന്ത് ചെയ്യുക? വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ശേഷം എന്ത് ചെയ്യുക? നോക്കേണ്ടതാണ്. ഓക്കെ ആണല്ലോ. അത് ചെറിയ ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ അല്ലേ? അതായത് കഥകളുടെ ഉപജ്ഞാതാവായിട്ട് കരുതുന്നത് ആരെയാണെന്നുള്ളതാണ്. ഓക്കെ, അതാണ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. അറിയാൻ ചോദ്യമായിരുന്നു അല്ലേ? തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാന രൂപം കൊണ്ട വർഷം ഏതാണെന്ന്? 95. 1949 ജൂലൈ 1 അല്ലേ? 98 നോക്കാം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ നേടിയ ഇടം നേടിയ ക്ഷേത്ര കലാരൂപം ഏതാണെന്നുള്ളതാണ്? 96 നോക്കാം. ഏതാണ്? കൂടിയാട്ടമാണ്. 97 കേരളത്തിൽ കർഷക ദിനമായിട്ട് ആഘോഷിക്കുന്ന എന്നാണ്? വളരെ എളുപ്പമായിരുന്നല്ലേ? നമുക്ക് അറിയാൻ പറ്റിയ ചോദ്യം. ഏതാണ്? ചിങ്ങം എന്നാണ്. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത് ആരാന്നുള്ളത്? വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ഇത് ശക്തൻ തമ്പുരാനായിരുന്നു. ജ്ഞാനാപ്പാനയുടെ കർത്താവ്, ഇത് നമുക്കറിയാവുന്ന ഒന്നാണ് അല്ലേ? ജ്ഞാനാപ്പാന ആരാണ് എഴുതിയത്? ആരാണ്? പൂന്താനം നമ്പൂതിരിയാണ് അല്ലേ? അതിന് ദശപുഷ്പങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാന്നുള്ളതാണ്. ഓക്കെ, ഏതാണ്? അത് നമുക്ക് കണ്ടെത്താൻ പറ്റിയതാണ്. ചെമ്പരത്തിയാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആയിട്ടുള്ള ചെമ്പരത്തിയാണ്. അപ്പോൾ ഇതാണ് 100 ചോദ്യങ്ങളകത്ത് പ്രധാനമായിട്ട് 2 ചോദ്യങ്ങളകത്ത് ചെറിയൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഒന്നുകൂടെ ചെക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ ആണല്ലോ. ഇപ്പോൾ പ്രധാനമായിട്ട് ഇപ്പം എന്ത് ചെയ്യുക, നമ്മുടെ ആൻസർ കീക്കകത്ത് കൊടുത്തിട്ടുള്ള നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സംശയമായിട്ടുള്ള 2 കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ASLB അക്കാഡമി നമ്മുടെ തിരുവിതാംകൂർ LEC, അപ്പോൾ നിങ്ങൾ എന്ത് ഒരുപാട് LEC കഴിഞ്ഞ് നമ്മുടെ തിരുവിതാംകൂർ LEC കഴിഞ്ഞ് വരാൻ പോവുകയാണ്. അപ്പോൾ തിരുവിതാംകൂർ LECക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഉടനായിട്ട് നമ്മുടെ ASLB അക്കാഡമി പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂർ LECക്ക് വേണ്ടി നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ തിരുവിതാംകൂർ LECക്ക് വേണ്ടി എന്ത് ചെയ്യുക? ഉടനെ തന്നെ പഠിച്ചു തുടങ്ങേണ്ടതാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, വളരെ ടഫായിട്ടുള്ള എക്സാംസ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? പഠിച്ച് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊന്നുമില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ തിരുവിതാംകൂർ LEC നമ്മുടെ ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകത വെച്ചാൽ ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്, ഡെയിലി കറണ്ട് അഫയർസ് സെക്ഷൻസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെക്ഷൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് പ്രത്യേകം നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ചോദിക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. അതിന് മോട്ടിവേഷൻ സെക്ഷൻസ് ഉണ്ട്. അതേപോലെ മെമ്പർഷിപ്പ് സപ്പോർട്ടൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ASLB അക്കാഡമിയുടെ ആപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിൽ നമുക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്ന. ഓക്കെ, 9954672446 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങളെല്ലാം എന്ത് ചെയ്യും? നമ്മൾ ദൂരീകരിച്ച് തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം ഇപ്പോൾ എക്സാം എഴുതി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിജയം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഓക്കെ, പിന്നെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും നല്ല വിജയാശംസ നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.